ഈ മഴക്കാലത്ത് ചെടിയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. പക്ഷേ ഈ മഴക്കാലത്ത് ചെടിയൊക്കെ ത്രൈവ് ചെയ്യുന്ന കാണാൻ ഒരു പ്രത്യേക ചേലൊക്കെയാണ്. ഇത് വെള്ള ശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണ്. കാറ്റ്സ് ക്ലൗ നിന്ന പോട്ടിലായിരുന്നു ഇതിൻ്റെ വിത്തിട്ടിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ അവിടെ നിന്ന് വളർന്ന് അടുത്തുള്ള ചെടിയിലോട്ടൊക്കെ ക്ലൈംബ് ചെയ്ത് കയറാൻ തുടങ്ങി. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, എന്നാൽ പിന്നെ റിപ്പോർട്ട് ചെയ്തേക്കാന്ന് ഓർത്തു. 1-2 ദിവസം നോട്ടം കിട്ടുന്ന രീതിയിൽ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്തു. പിന്നീട് മാറ്റാമല്ലോ. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്, പക്ഷേ എക്സ്ട്രാ 2 കട്ടിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഞാനിതൊരിടത്ത് കൊണ്ട് വെച്ചിട്ട് അക്കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇരുന്ന് മഴയൊക്കെ കൊണ്ട് വേരൊക്കെ തനിയെ പിടിച്ചു. അതിലൊരെണ്ണം നേരത്തെ വീടിൻ്റെ ഫ്രണ്ടിൽ ബോർഡർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു എൻഡിലായിട്ട് വെച്ച് കൊടുത്തു. ഈ ഒരു പ്ലാന്റ് പറമ്പിലൊക്കെ തനിയെ കിളിർത്ത് വരുന്നത്. അതങ്ങനെ പൊക്കിയത് ഈ ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ട്. എങ്ങനെ വരുമെന്ന് നോക്കാം. പിന്നെ വേനൽക്കാലത്ത് മാറ്റി വെച്ച അഡീനിയംസ് ഒക്കെ വീണ്ടും ഇറമ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊക്കി വെച്ച നട്ടുമൊക്കെ നല്ല സീനായിട്ടുണ്ട്. എനിവേ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി മുറ്റം വൃത്തിയാക്കുമായിരുന്നേ. അപ്പോഴേക്കും നല്ല തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. കാറ്റിൻ്റെ മട്ടും ഭാവം കണ്ടപ്പോഴേ മനസ്സിലായി നല്ല അടിപൊളി മഴ വരുവാണ്. പിന്നെ ഇതായിരുന്നു കാഴ്ച. ഒന്ന് ഫ്രഷായി വന്നിട്ട് ആ ക്ഷീണമൊക്കെ അങ്ങ് മാറാൻ പൊറോട്ടയും ചിക്കനും കട്ടനും കൂടി കോരി ചൊരിയുന്ന മഴയൊക്കെ കണ്ടങ്ങിരുന്നൊരു പിടിപിടിച്ചു.